ഞാനേ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. ഒരാളിനെ ഒരു സാധനം കാണിക്കാൻ വേണ്ടി പോണ്. എൻ്റെ വീഡിയോക്കൊക്കെ ഭയങ്കര സൗണ്ട് ക്ലാരിറ്റിയാണ്. അപ്പോൾ മൈക്ക് ഏതാണെന്ന് അറിയണം. അപ്പോൾ അതൊരാൾക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടേ കാണിച്ചു കൊടുക്കുക. കാരണം നമ്മളടുത്ത് സാധനമുണ്ട്, മൈക്ക് നമ്മളടുത്തുണ്ട്. ഏതാണ് മൈക്ക്, ബ്രാൻഡ് പറഞ്ഞു, പേര് പറഞ്ഞു, ഒക്കെ പറഞ്ഞു കൊടുത്തു. ലക്ഷണങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്തിട്ടും ആൾക്ക് തിരിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മൈക്കിൻ്റെ അടുത്തുണ്ട്, നിങ്ങൾ വീട്ട് പേര് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആൾക്ക് അത് പറ്റൂല, നിങ്ങൾ മൈക്ക് ഏതാണെന്ന് പറയുന്നുണ്ട്. ശരി, എന്നാൽ പിന്നെ മൈക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മൈക്കും കൈ പിടിച്ചപ്പോൾ നടക്കുകയാണ്. രാവിലെ ഇറങ്ങിയതാണ്. കറങ്ങി തിരിഞ്ഞപ്പോൾ ഏതോ ദുനിയാവിൽ ഞാൻ എത്തിയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്നലെ ലൈവിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞല്ലോ, ഒരു രസകരമായൊരു സാധനം ഉണ്ട്, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്നലെ ലൈവിൽ വരുന്നതിന് തൊട്ട് മുൻപ് എന്നെ ഒരാൾ വിളിക്കുകയാണ്. ആളെന്ന് പറഞ്ഞാൽ ചില്ലറ ആളൊന്നുമല്ല. അൺമാസ്കിംഗ് അനോമലീസിൻ്റെയും അതേപോലെ ഇസ്ലാമിക് ദഅ്വാ സംഘത്തിൻ്റെയും അഭിനവദാഴികളുടെയും ഒക്കെ ഇൻ്റലക്ച്വൽ തലവനായിട്ടുള്ള സാക്ഷാൽ ഷുക്കൂർ വരിക്കോടൻ വിളിച്ചിട്ടാണ് ഈ ജാതി ഒരു ഫോൺ സംഭാഷണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഏതാണ് ആ കരാറ്, ഇതാണ് സംഭവം. ഞാൻ സാധാരണഗതിയിൽ ഇപ്പോൾ ഇവരായാലും ആരായാലും നമ്മൾ ഒരാൾ വിളിക്കുന്ന സമയത്ത് ഇവരോട് എന്തെങ്കിലും ഒരു ഗ്രഡ്ജ് വെച്ചിട്ടോ ഇവരെ സംശയത്തോടെ ഒന്നല്ല കേൾക്കുന്നത്. അപ്പോൾ പുള്ളി എന്നോട് വിളിക്കുന്നു, ഒരു കാര്യം ചോദിക്കുന്നു. അപ്പം അത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോട് അതിനോട് പ്രതികരണം നടത്തുന്നു, അതിന് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാതെ ഞാനിപ്പോൾ പറയണില്ല, അത് നിങ്ങളൊന്ന് കേട്ടാൽ മതി. അപ്പോൾ ഷുക്കൂർ വരിക്കോടൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെ ഒന്ന് ഊശിയാക്കിയിട്ട് നമ്മളോട് നിങ്ങൾ ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏതാണ് ആ മൈക്ക് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ ബ്രാൻഡ് പറയും, പേര് പറയും, ഇതൊക്കെ പറയും. അപ്പോൾ പിന്നെ ഇതൊന്നും മനസ്സിലാവാത്ത പോലെ ഏതാണ് ആ മൈക്ക് എന്ന് ചോദിക്കാം. ആളെ മക്കാറാക്കുക നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, അത് മക്കാറാക്കാനാണ് വിളിച്ചത് എന്ന് ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സാധനം പിന്നെ കത്തി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, മൈക്ക് നിങ്ങളിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോരി. അപ്പോൾ ആൾക്ക് കയ്യിൽ നിന്ന് സാധനം പോയി. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഒന്ന് കാണണം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഈ കോൾ റെക്കോർഡ് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, പുള്ളി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കോൾ ചെയ്ത് നമ്മളെ വിളിച്ച് ആ ലൈവിൻ്റെ ഇടയിൽ നമ്മളെ ശ്രദ്ധയൊക്കെ മാറ്റാനൊക്കെ ശ്രമിച്ചിട്ട് പുള്ളി അപ്ലോഡ് ചെയ്തത് രാവിലെ ഞാൻ കാണുകയാണ്. അപ്പോൾ രാവിലെ കാണുമ്പോൾ എന്താ വെച്ചാൽ 8 മണിക്കൂർ കൊണ്ട് ഏകദേശം 500 ആളെ കണ്ടത്. ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി അതിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് കരാർ ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും ദുരിതവും അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്യാവേശമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി, പാവാണ്, എന്നാൽ പിന്നെ നമുക്കതൊന്ന് ആൾക്കാരെ കാണിക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി ആ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. അൺമാസ്കിംഗ് അനോമലീസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള വലിയ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വലാണ്. എന്നോട് ഇസ്ലാമിക പ്രബോധക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞത്, ഷുക്കൂർ വരിക്കോടൻ പറയണതിന് ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അയാൾ ഭയങ്കര ഇൻ്റലക്ച്വലാണ്. അപ്പോൾ ആ ഇൻ്റലക്ച്വൽ തലയുടെ ആ ഇൻ്റലക്ച്വൽ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ ഒരു നിലവാരം എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കോൾ കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ മനസ്സിലാവും. ഹലോ, സൂപ്പർ, പറ. എന്താ സൂപ്പർ, എന്താ പറഞ്ഞോ. നിങ്ങളെ ഞാനിപ്പോ ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നില്ല, നിങ്ങളും അബ്ദുള്ള ബാസിനും ഉള്ളേ, അത് കേട്ടിരുന്നു. അപ്പൊ നല്ല ക്ലാരിറ്റി ഉണ്ട് ആ സൗണ്ട് കേൾക്കാന്. അതേപോലെ തന്നെ നിങ്ങളെ വീഡിയോ മൊത്തത്തിൽ അങ്ങനെ ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ആ വോയിസ് ക്ലാരിറ്റി എങ്ങനെ ഈ മൈക്ക് ഇല്ലാതെ എങ്ങനെ കിട്ടണത്? മനസ്സിലായില്ല എനിക്ക്. നല്ല വോയിസ് ക്ലാരിറ്റി ഉണ്ട്, അതെങ്ങനെ ഈ നല്ല മൈക്ക് ഇല്ലാതെ എങ്ങനെ ഇത്ര വോയിസ് ക്ലാരിറ്റി? ഫോൺ യൂസ് ചെയ്യണേ? അല്ല, ഫോണല്ല, നിങ്ങൾ വീഡിയോസിന് തന്നെ ഉണ്ട്. മൈക്കിലാണല്ലോ ഞാൻ വീഡിയോ ചെയ്യണേ. അല്ലല്ലോ, മൈക്കൊന്നും കാണില്ല. നിങ്ങളിന്റെ മുഖത്തിന്റെ ഭംഗി കൊണ്ട് എന്റെ കോളറിൽ കുത്തിവെച്ച മൈക്ക് കാണാതെ വന്നായിരിക്കും. അല്ലല്ല, ഏതാണ് മൈക്ക്? ഞാൻ കൊട്ടാക്കിന്റെ കൊട്ടാക്ക്. അതന്നെ, അതാ ഞാൻ ചോദിക്കണേ, ഏതാണ് മൈക്ക്? കൊട്ടക്കിന്റെ ഒരു ലാപ്പൽ മൈക്ക്. ആ മൈക്ക് ഏതാന്നൊന്ന് പറഞ്ഞാ പോരെ? അതാ സുഹൃത്തെ, കൊട്ടാക്ക് എന്ന് പറഞ്ഞ കമ്പനി. കൊട്ടാക്ക് ഉണ്ടായില്ല, കൊടാക്കെന്നോ കൊട്ടക്കെന്നൊക്കെ പറയാം. സനൈസർ ആണോ? സനൈസർ അല്ല, സാധാരണ ലാപ്പൽ മൈക്ക്. എന്താണ് കൊട്ടക്ക് എന്ന് പറഞ്ഞ കമ്പനി, ബ്രാൻഡിന്റെ പേരാണ് പറഞ്ഞത്. KOTAK,
KOTAC എന്ന് തോന്നുന്നു. ഒരു പഴയ ക്യാമറ കമ്പനി ഉണ്ടായില്ലേ അപ്പൊ അത് പണ്ടത്തെ? ഏതാണ് മൈക്ക് ഞാൻ ചോദിക്കണത്? സുഹൃത്തെ, എന്താ ലാപ്പൽ മൈക്ക് നിങ്ങൾക്ക് ഞാൻ ഇതൊന്നും അറിയില്ലേ? ചോദിക്കണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ലാപ്പൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത്ര ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഏതാണ് മൈക്ക് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരൂല. കൊട്ടാക്കിന്റെ ലാപ്പല്. അതന്നെയല്ലേ സുഹൃത്തെ ചോദിക്കണത്, ഏതാണ് മൈക്ക്? അത് ശരി. നിങ്ങള് അതിന് ഏത് കരാറാന്ന് അയക്കാറല്ലേ ഉദ്ദേശിച്ചത്? നിങ്ങളും അല്ല, കൊള്ളാലോ. മൈക്കാ വെച്ചത്. അത് ശരി. മൈക്കാ വെച്ചത്. നിങ്ങള് അല്ല, ബാസിലിനോട് വരാൻ വീഡിയോ പറയും. ഞാൻ ബാസിലിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, വേറൊരു കാര്യം. നിങ്ങൾക്ക് ഏതാ മൈക്കുന്നാണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം. സംസാരിക്കാൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കാണിച്ചു തരാം. നിങ്ങൾ എവിടെയുള്ളത്? അല്ല, ഞാനേ നിങ്ങളെ സംസാരത്തില് അല്ല, നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായോ? സംസാരിക്കാന് അല്ല, ബാസിൽ നിങ്ങൾ സംസാരിച്ചപ്പോഴേ ബാസില് നിങ്ങളെ സംസാരിക്കാൻ അയക്കണില്ല അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ക്ഷീണം പറ്റിയോ? അല്ല, ഞാൻ ചോദിക്കുക. പരിഹാസവും ചിരിയും മാത്രമേ കയ്യിലുള്ളൂ അല്ലേ? അല്ലല്ല, ഞാൻ കാര്യത്തിൽ ചോദിക്കുക. ഈ ബാസിൽ നിങ്ങളെ സംസാരിക്കാൻ മൈക്കിന്റെ കാര്യത്തിൽ തീരുമാനമായോ? ഇല്ല. ഏതാണ് മൈക്ക് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എവിടെയുള്ളത്? ഏതാണ് മൈക്ക് എന്നുള്ളത് കാണിച്ചു തരാന്ന്. നിങ്ങൾക്ക് സാധനം കാണിച്ചു തന്നിട്ട് എന്താ കാര്യം? ഏതാ മൈക്ക് എന്ന് പറയണ്ടേ? കൊണ്ടെന്ന് കാണിച്ചു തരേ. ബുദ്ധിമുട്ടില്ലല്ലോ. അതൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഏതാണ് ആ മൈക്ക് എന്ന് പറഞ്ഞാൽ പോരെ? കാണിച്ചു തരാന്ന്. നിങ്ങൾക്ക് ഫോട്ടോ വേണോ? ഫോട്ടോ അയച്ചു തരാം. അതിന്റെ ഫുൾ പൂർണ്ണ രൂപം. ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഏതാണ് ആ മൈക്ക് എന്ന് പറഞ്ഞാൽ പോരെ? എന്റെ ശുക്കൂറേ, നിങ്ങൾക്കൊക്കെ വേറെ പല പണി. ഇപ്പൊ കേട്ടല്ലോ, ഇതാണ് അൺമാസ്കിംഗ് അനോമലീസിന്റെ, ഇസ്ലാം വിമർശകരുടെ ഒക്കെ വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ബൗദ്ധിക സംഘത്തിന്റെ തലവന്റെ തല. ഇതാണ് പണ്ട് ഉമർഭായി പറഞ്ഞത്, ഒരു വിഡ്ഢിയായ മനുഷ്യൻ ഒരു നോവൽ എഴുതിയാൽ ആ നോവലിലെ ഏറ്റവും ബുദ്ധിമാനായ കഥാപാത്രത്തിന് ഇത്ര ബുദ്ധി ഉണ്ടാവുള്ളൂ എന്നാണ് ആ കഥയുടെ ഒരു രസം. ഇപ്പോൾ ഷുക്കൂർ വരിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി വെറും ഒരു കേവലമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ഹെഡൊന്നുമല്ല. അദ്ദേഹമാണ് ഇസ്ലാമിക വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെ കാമ്പും കഴമ്പും അന്വേഷിച്ച് അതിൻ്റെ അടിവേര് മാന്തി പോയി ഗവേഷണം നടത്തി അതിന് പുട്ടിയടിക്കാനുള്ള പെയിൻറ് കലക്കുന്ന ബക്കറ്റ് മുതൽ തയ്യാറാക്കുന്നതും എങ്ങനെയാണ് ഇതിനെയൊക്കെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും അങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഒരു കോർ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഒരാളും ഗവേഷകനും ഒക്കെ ആയിട്ടുള്ള ഷുക്കൂർ വരിക്കോടിന് തുടർന്ന് അങ്ങോട്ടുള്ള ഇതുപോലെയുള്ള ഫോൺ കോളുകൾക്കും കരാർ തെരച്ചിലിനും ഒക്കെ എല്ലാവിധ ഭാവുകങ്ങളും